മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എവർട്ടൺ രണ്ട് പടുപാട് ടീമുകൾ തമ്മിലുള്ള മത്സരമാണ് ഇന്ന് നടന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിൽ ആ ഒരു 2 ഗോൾ അത് എവർട്ടൺ ആ ഒരു പെനാൽറ്റി വഴങ്ങാതിരുന്നിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നില്ല രണ്ട് ടീമുകളും യുണൈറ്റഡ് ആണെങ്കിലും എവർട്ടൺ ആണെങ്കിലും ഇവർ രണ്ടുപേരും സ്കോർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയ്ക്ക് മോശമായിരുന്നു രണ്ട് ടീമും. ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ എവർട്ടൻ്റെ ഭാഗത്തുനിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ അവർ കുറച്ചുകൂടെ ബെറ്ററായിരുന്നു. സെക്കൻഡ് ഹാഫിനെ അപേക്ഷിച്ച് എവർട്ടൺ കുറച്ചുകൂടെ ബെറ്ററായിരുന്നു ഫസ്റ്റ് ഹാഫിൽ. അവരുടെ ഒരു സ്ട്രോങ് പോയിൻ്റ് ആയിട്ടുള്ള ആ ഒരു സെറ്റ് പീസ് വഴി നമുക്കെതിരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. അത് മിഡ്ഫീൽഡിൽ നിന്ന് ലോങ് ബോൾസ്, അതായത് പിങ്ങിങ് ബോൾസ് നമ്മുടെ ഫൈനൽ തേർഡിലേക്ക് വരുന്നു, വിങ് വഴി ക്രോസുകൾ വരുന്നു. അപ്പോൾ ആ രീതിയിൽ ക്രോസസ് അല്ലെങ്കിൽ സെറ്റ് പീസ് വഴി നമ്മളെ കൂടുതൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എവർട്ടൺ ഫസ്റ്റ് ഹാഫിൽ ശ്രമിച്ചു. പക്ഷേ ഈ ഓരോ പ്രാവശ്യവും ഇവർ ഈ ഒരു സെറ്റ് പീസിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇവരുടെ പ്ലെയേഴ്സിനെ എല്ലാം മുന്നിലേക്ക് പുഷ് ചെയ്യുന്നു. അപ്പം സെറ്റ് പീസ് പന്ത് വരുന്നു, പന്ത് ആ ഒരു ബോക്സിലോട്ട് വരുന്നു, പൊസിഷൻ ലൂസ് ചെയ്യുന്നു യുണൈറ്റഡിൻ്റെ കൗണ്ടർ. അപ്പോൾ ഈ രീതിയിൽ കുറേ കൗണ്ടർ ഇവർ കൺസീഡ് ചെയ്തു. റാഷ്ഫോർഡിനായാലും ഗർണാച്ചോയ്ക്കായാലും ഒന്ന് രണ്ട് നല്ല മൊമെൻറ്റ്സ്, നല്ല രണ്ട് മൂന്ന് കൗണ്ടേഴ്സ് കിട്ടിയതാണ് ഗോൾ സ്കോർ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇവർക്കെല്ലാവർക്കും റാഷ്ഫോർഡിനായാലും ഗർണാച്ചോയ്ക്കാണെങ്കിലും ഇവർ ഫൈനൽ തേർഡ് എത്തുമ്പോഴത്തേനും ഞാൻ എന്നും പറയുന്ന പോലെ ഇവർക്ക് വിറയലാണ്. ആകെപ്പാടെ വിറയലും വെപ്രാളമാണ്. ഫൈനൽ തേർഡിലെ ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ് ഈ രണ്ട് പ്ലെയേഴ്സിൻ്റെ കാര്യം, റാഷ്ഫോർഡിൻ്റെ കാര്യത്തിലും ഗർണാച്ചോയുടെ കാര്യത്തിലും. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നില്ല ആ ഒരു പെനാൽറ്റി, ഗർണാച്ചോയെ ഫൗൾ ചെയ്ത് യുണൈറ്റഡിന് കിട്ടിയ 2 പെനാൽറ്റി, അപ്പോൾ ആ ഒരു ഫൗളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ പെനാൽറ്റി വഴങ്ങാതിരുന്നിരുന്നെങ്കിൽ ഒരിക്കലും യുണൈറ്റഡ് സ്കോർ ചെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം 2-0 യുണൈറ്റഡ് ഫസ്റ്റ് ഹാഫിൽ മുന്നിൽ വരുന്നു. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേനും നമുക്ക് എല്ലാവർക്കും അറിയാം എവർട്ടൺ എന്ന് പറയുന്ന ടീം വിത്ത് ദ ബോൾ ദുരന്തമാണ്. യുണൈറ്റഡിനേക്കാളും ദുരന്തമാണ് വിത്ത് ദ ബോൾ എവർട്ടൺ എന്ന് പറയുന്ന ടീം. അപ്പം അതുകൊണ്ട് തന്നെ യുണൈറ്റഡ് ഒരു കാര്യം ചെയ്തു, 2-0 നമ്മൾ മുന്നിൽ നിൽക്കുക. ഇനി ഞങ്ങൾക്ക് ഗോൾ സ്കോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, വേണമെങ്കിൽ മക്കൾക്ക് സ്കോർ ചെയ്യണമെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ എന്നുള്ള രീതിയിൽ സിറ്റ് ബാക്ക് കൗണ്ടർ എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഡിഫെൻസീവ്ലി സിറ്റ് ബാക്ക് ചെയ്യാൻ വേണ്ടി യുണൈറ്റഡ് തുടങ്ങി. ഇവർക്ക് പൊസഷൻ ഇട്ട് കൊടുത്തോണ്ട്, അപ്പം ഇവർക്ക് പൊസഷൻ ഇട്ട് കൊടുത്തപ്പോഴത്തേനും ഗെയിം ദുരന്തമായി. ഭയങ്കര ബോറിങ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു വിധത്തിലാണ് സെക്കൻഡ് ഹാഫ് കണ്ട് ഇരുന്നത്. അപ്പോൾ ആ ഒരു മാച്ച് ബോറിംഗ് ആയി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കും കുറച്ച് 1-2 കൗണ്ടേഴ്സ് യുണൈറ്റഡിന് കിട്ടി. ഗർണാച്ചോ ബ്രൂണോ വഴി ഒരു കൗണ്ടർ വരുന്നതുകൊണ്ട് ലാസ്റ്റ് മൊമെൻറ്റിൽ നമുക്കറിയാം 94-ാമത്തെ മിനിറ്റ് നല്ലൊരു സംഭവം. കാരണം അടുത്ത പെനാൽറ്റി റാഷ്ഫോർഡിന് കിട്ടി എന്ന് വിചാരിച്ചതാണ്. റാഷ്ഫോർഡിനെ ബ്രാന്ത്വൈറ്റ്, എവർട്ടൻ്റെ ഡിഫൻഡറായിട്ടുള്ള ബ്രാന്ത്വൈറ്റ് റാഷ്ഫോർഡിനെ ഫൗൾ ചെയ്ത് എനിക്കെന്നപ്പോൾ തോന്നി നമുക്ക് പെനാൽറ്റി കിട്ടിയെന്ന് തോന്നി. ആ ഒരു റഫറി ആണെങ്കിലും പെനാൽറ്റി പോയിൻ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ആ ഒരു പെനാൽറ്റി കൊടുക്കാൻ വേണ്ടി. അന്നപ്പോഴത്തേനുമാണ് പെട്ടെന്ന് ആ ഒരു ലൈൻസ്മാൻ ഓഫ് സൈഡ് ഫ്ലാഗ് പൊക്കിയത്. അപ്പോൾ അല്ലായിരുന്നെങ്കിൽ 3-ാമത്തെ പെനാൽറ്റി കൂടെ കിട്ടി 3-0 നമുക്ക് ജയിക്കാമായിരുന്നു. അപ്പോൾ പെനാൽറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലായിരുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ യുണൈറ്റഡ് ഇന്നത്തെ മാച്ച് 0-0 എന്നുള്ള രീതിയിൽ അവസാനിപ്പിച്ചേനെ. അപ്പം യുണൈറ്റഡിനെ കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം, യുണൈറ്റഡിൻ്റെ ഒരു മാച്ച് കാണാൻ വേണ്ടി ഇരിക്കുമ്പോഴത്തേനും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല യുണൈറ്റഡ് ബെറ്റർ ഫുട്ബോൾ കളിക്കും, ബ്യൂട്ടിഫുൾ ഫുട്ബോൾ കളിക്കും, 4-5 ഗോളുകൾ സ്കോർ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഒന്നും അല്ല ഇരിക്കുന്നത്. അപ്പോൾ എങ്ങനെയും എവിടുന്നേലും ഒക്കെ ആ ഒരു പർട്ടിക്കുലർ മൊമെൻറ്റിനെ ക്യാപിറ്റലൈസ് ചെയ്ത് നമ്മൾ എങ്ങനെയും ഗോൾ സ്കോർ ചെയ്ത് കഴിച്ചിലായിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ഇതാണ് നമ്മളെല്ലാവരും യുണൈറ്റഡിൻ്റെ ഫാൻസ്, എസ്പെഷ്യലി യുണൈറ്റഡിൻ്റെ ഫാൻസ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തട്ടിക്കൂട്ടി ഇങ്ങനത്തെ ടീമുകൾക്കെതിരെ ജയിക്കുന്നു, വലിയ ടീമുകൾ വരുമ്പോഴത്തേനും എങ്ങനെയും അറ്റ്ലീസ്റ്റ് ഒരു തട്ടിക്കൂട്ടി സമനില പിടിക്കുക. ഇതൊക്കെയാണ് നമ്മുടെ ഒരു മാക്സിമം അംബീഷൻ, യുണൈറ്റഡ് ഫാൻസിൻ്റെ ഒരു മാക്സിമം അംബീഷൻ ഇതൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഓൺ ദ ഫീൽഡ് ഉണ്ടായിരുന്ന പ്ലെയേഴ്സിൻ്റെ പെർഫോമൻസ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എനിക്ക് ഒത്തിരി ഇമ്പ്രസ്ഡ് ആയിട്ട് ഇന്നത്തെ മാച്ചിൽ തോന്നിയ ബ്രൂണോ ഫെർണാണ്ടസ് ആണ്. ആ ഒരു നമ്പർ 10 റോൾ ചെയ്യുന്നതുകൊണ്ട് ബ്രൂണോ കുറച്ച് നല്ല പാസസ് അല്ലെങ്കിൽ ആ ഒരു കൗണ്ടറിൽ ഈ വിങ്ങേഴ്സിനെ നല്ല രീതിയിൽ ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ബ്രൂണോ ശ്രമിക്കുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്ത് നമ്മൾ മക്ടോമിനെ നോക്കിക്കഴിഞ്ഞാൽ മക്ടോമിനയ്ക്ക് ബോളൊക്കെ വിൻ ചെയ്ത് മക്ടോമിനയുടെ കയ്യിലോട്ട് പന്ത് കിട്ടിക്കഴിയുമ്പോഴത്തേനുള്ള മക്ടോമിനയുടെ പാസ്, മക്ടോമിനയ്ക്കൊന്നും ഒരിക്കലും ആ ബ്രൂണോ കൊടുക്കുന്ന ആ ഒരു കേർവിങ് ബോൾ മിഡ്ഫീൽഡിൽ നിന്ന് ആ ഒരു കേർവിങ് ബോൾ വിങ്ങേഴ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് കൊടുക്കാനുള്ള ആ ഒരു കപ്പാസിറ്റി ഒന്നും പുള്ളിക്കില്ല. പിന്നെ നമ്മുടെ മിഡ്ഫീൽഡിലുള്ള കസമീറോ ആണെങ്കിലും മക്ടോമിനെ ആണെങ്കിലും ഓൺ ദ ബോൾ ഇവരൊക്കെ നമ്മുടെ മിഡ്ഫീൽഡ് എന്ന് പറഞ്ഞാൽ ദുരന്തമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ കഴിഞ്ഞ മാച്ചിൻ്റെ റിവ്യൂ വീഡിയോ പറഞ്ഞ പോലെ എല്ലാവരും കാലിൽ സ്പ്രിങ്ങുമായിട്ടാണ് നടക്കുന്നത്. ആകെപ്പാടെ മര്യാദയ്ക്ക് പൊസിഷൻ ഹോൾഡ് ചെയ്യാൻ കേപ്പബിളായിട്ടുള്ള പ്ലെയർ എന്ന് പറയുന്നത് ഒന്ന് ഡലോ, ഒന്നും കോബി മേനോ, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഒനാനയും നമ്മുടെ ഗോൾ കീപ്പർ ഒനാനയും ഒരു പരിധി വരെ നമുക്ക് പറയാം. അപ്പോൾ ഇത്രയും പ്ലെയേഴ്സിനൊക്കെ ഓൺ ദ ബോൾ എബിലിറ്റി അത്രയും 2-3 പ്ലെയേഴ്സിനേ ഉള്ളൂ. പിന്നെ ഇന്നത്തെ മാച്ചിൽ നന്നായിട്ട് പെർഫോം ചെയ്ത് നമ്മുടെ ഡിഫൻഡർ ജോണി ഏവൻസ് ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ മാച്ചിലും ഈ മാച്ചിലും
നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ജോണി എവൻസ് 36-ാമത്തെ വയസ്സിൽ നമ്മുടെ ഇവിടെ പുതുതായിട്ട് വന്ന പല കളിക്കാരെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കാണുമ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ അതായിരുന്നു ക്വാളിറ്റി. അലക്സ് ഫെർഗ്യൂസൻ്റെ ടീമിലുണ്ടായിരുന്ന മനുഷ്യനാണ്. അപ്പം അത്രയും ക്വാളിറ്റിയുള്ള പ്ലെയേഴ്സ് ഉണ്ടായിരുന്ന ടീമിലെ ഒരു മനുഷ്യനാണ് 36-ാമത്തെ വയസ്സിലും ഈ ഇവിടുത്തെ ചുറുചുറുക്കുള്ള ആൾക്കാരുടെ മുന്നിൽ അവരെക്കാളും നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അന്നത്തെ ടീമിൻ്റെ ക്വാളിറ്റിയും അന്നത്തെ ടീമിലുണ്ടായിരുന്ന പ്ലെയേഴ്സിൻ്റെ ക്വാളിറ്റിയൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പോൾ അതുകൊണ്ടാണ് അന്ന് അത്രയും സക്സസ്സും കാര്യങ്ങളും ഉണ്ടായത്. ഇപ്പം ദുരന്തങ്ങളാണ് ടീമിൽ മുഴുവൻ. അതുകൊണ്ട് നമ്മളും ആസ് എ ടീം നമ്മളും ദുരന്തം ആയി മാറി. പിന്നെ ഡാലോയും ഒനാനയും ഇത്രയും പ്ലെയേഴ്സാണ് ഇന്നത്തെ മാച്ചിൽ കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്തതായിട്ട് എനിക്ക് കുറച്ചുകൂടെ ഇമ്പ്രസീവായിട്ട് തോന്നിയ പ്ലെയേഴ്സ് ഇവരൊക്കെയാണ്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ മാച്ചൊക്കെ ജയിച്ചു 6-ാം സ്ഥാനത്ത് ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽപ്പുണ്ട്. എങ്ങനെയും ഈ സീസണിൽ 6-ാം സ്ഥാനത്തെങ്കിലും ഫിനിഷ് ചെയ്യുക എന്നുള്ളൊരു പ്രതീക്ഷയ്ക്കും മേളുള്ള പ്രതീക്ഷയൊന്നും എനിക്കില്ല. ഇപ്പോൾ 47 പോയിൻ്റ് ഉണ്ട്. എങ്ങനെയും ഒക്കെ കടിച്ചു പിടിച്ച് ഈ സീസൺ 6-ാമത്തെ സ്ഥാനത്തെങ്കിലും ഫിനിഷ് ചെയ്ത് എടുക്കുക. അപ്പം മാച്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമൻസ് ആയിട്ട് മറ്റൊരു നല്ല വീഡിയോ കാണാം. ബൈ.